ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഒന്ന് കൊച്ചി വരെ പോവാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട്. അവള് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആള് പാലക്കാട് എത്തിയാണ്. വീട് കോഴിക്കോടാണ്, പക്ഷെ വർക്ക് ചെയ്യുന്ന ആൾ പാലക്കാടാണ്. സോ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് ആളെ കാണിച്ചത്. സോ അപ്പൊ ഇതാണ് എൻ്റെ ഋതു. അപ്പൊ ഞങ്ങള് വർക്കിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടാ പോണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ ഇതിന്റെ വ്ളോഗില് കൊച്ചിയിലേക്കാണ് പോകുന്നത്. കണ്ടപ്പോൾ നല്ല വിശക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പം ട്രെയിൻ വരും, ഒരു 7:15 ആകുമ്പോൾ ട്രെയിൻ വരും. ഇപ്പൊ സമയം എത്രയും 10 5 minutes ഞങ്ങൾ ട്രെയിൻ വരും. ട്രെയിൻ വന്നിട്ട് ഞങ്ങള് ഫുഡൊക്കെ കഴിക്കുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾ കാണിച്ചിരുന്നായിരിക്കും, ത്രൂ ഔട്ട് വീഡിയോസ്. സോ ട്രെയിന് കാലിയായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും സൈഡ് സീറ്റൊക്കെ കിട്ടി. പിന്നെ നമ്മൾ പറയുന്നുണ്ട് തൃശ്ശൂർ നിളകൾക്ക് കാണിക്കുന്നത്. അങ്ങനെ തൃശ്ശൂർ നിളകൾ കാണിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ശരിക്കും 8 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ്. 5 ബോയ്സും 3 ഗേൾസും. മൂന്നാമത്തെ ഗേള് കാവ്യാണ്. ശരിക്കും നമ്മളൊരു ഗേൾസ് ട്രിപ്പാണ് അത് പ്ലാൻ ചെയ്തത്. പക്ഷേ കാവ്യക്ക് ബേബി ഉണ്ട്, അതുപോലെ തന്നെ അവൾ ബാംഗ്ലൂരാണ്. സോ നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ 8 പേരും പരിചയപ്പെട്ടെന്ന് ഡിഗ്രി സമയത്താണെങ്കിൽ കൂടി ഞങ്ങൾക്ക് ഒരുപാട് വർഷത്തെ ബന്ധമുള്ള പോലെ എനിക്ക് തോന്നാറ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത്രയും സ്ട്രോങ് ആവാൻ കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ല, കോംപ്ലക്സ് ഇല്ല. അതുപോലെ തന്നെ ഒരാൾ ഹൈറ്റിൽ സന്തോഷിക്കുകയും മറ്റേ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പിടിച്ച് കര കയറ്റിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മളെ കൂടെ നിന്ന് അത്രയും ഒരു സപ്പോർട്ട് തരുന്നൊരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്കുള്ളത്. ആൻഡ് ഞാൻ അതിന് ഭയങ്കര ലക്കിയാണ്. ഞാൻ ദൈവത്തോട് ഈ സമയം നന്ദിയും പറയാണ്. ഞങ്ങളിനിപ്പോ താഴേക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 പോയിട്ട് നമ്മളപ്പം കലൂരെത്തി. ഞങ്ങൾ റൂം അടുത്താണ്, പക്ഷെ ഞങ്ങള് ഫുഡ് സ്പോട്ട് തിരഞ്ഞെടുക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വിശക്കുണ്ട് അല്ലേ? ഇന്നലെ തൊട്ടൊന്നും കഴിച്ചില്ല, അല്ല മെയ്യാതൊട്ടൊന്നും കഴിച്ചില്ല, മര്യാദ ഒന്നും കഴിച്ചിട്ടേ ഇല്ല. എനിക്ക് നല്ല വിശക്കുണ്ട്. എന്തായാലും ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരാം. എന്നിട്ടൊക്കെ ഹോട്ടലല്ലേ കാണിച്ചുതരാം. ഞങ്ങൾ വെള്ളയപ്പവും ചിക്കൻ മപ്പാസ് വരുന്നു പറഞ്ഞത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. സോ ലൊക്കേഷൻ വരുന്നത് കൊച്ചി കലൂര് മപ്പാസ് റെസ്റ്റോറൻറ്റിലാണ്. മസ്റ്റ് ട്രൈ. ഹൗസ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ സ്റ്റേൻ്റെ അവിടെ എത്തി. ഇതാണ് ഗോകുലം ബിസിനസ് ഹോട്ടൽ. സോ ഈ ഫ്രണ്ട് ഭാഗം വരുന്നത് ഗോകുലം ബിസിനസ് ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റ് സ്റ്റേ ഇവിടെ വെച്ചാൽ ഗോകുലം പാർക്ക് ആൻഡ് കൺവെൻഷൻ സെൻറ്റർ. സോ ഇത് ഗോകുലം പാർക്ക് മാത്രമുള്ള ഹോട്ടലാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഗോകുലം പാർക്ക് ആൻഡ് കൺവെൻഷൻ സെൻറ്റർ ആണ്. സോ നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ലഗേജ് മാത്രം വെച്ച് 12 മണിക്കാണ് ചെക്ക് ചെയ്തത്. ജസ്റ്റ് 11 ആവുന്നേ ഉള്ളൂ. സോ അത് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ജസ്റ്റ് ലഗേജ് വെച്ചിട്ട് നമുക്ക് പുറത്ത് ഔട്ടിങ്ങിന് പോകും. എന്നിട്ട് റൂം വാങ്ങിച്ചത്. ഓക്കെ, ഞങ്ങൾ ഈ റൂം booking.com ആയിരുന്നു ബുക്ക് ചെയ്തത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രൈസും അറിയേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ ലഗേജ് എല്ലാം വെക്കാൻ പോവായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോവാണ് ഇങ്ങോട്ടേക്ക്, എടപ്പള്ളി സൈഡിലേക്ക്. ജസ്റ്റ് മുള്ളുമാളൊക്കെ ഇറങ്ങി വരാച്ചു. ബിക്കോസ് ഞങ്ങൾ ലഗേജ് വെച്ചതിന് ശേഷം ചെക്കിന് എന്തായാലും 12 മണിക്കാണ്. സോ അതുവരെ ഫോട്ടോ വെച്ച് മറൈൻ ഡ്രൈവ് കുറച്ച് പ്ലാനിങ് ഉണ്ട്. സോ ഓരോന്ന രീതി ചെടിയും കൂടി പോലെ ചോദിച്ചു. അപ്പൊ ഈ ഒരു സൈഡ് പിടിക്കാം ആദ്യം. അപ്പൊ ഞങ്ങള് കലൂർ മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പം. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. ഇവിടെ സിംഗിൾ ജേണിയും അതേപോലെ തന്നെ റിട്ടേൺ ജേണിയും പറ്റും. ഞങ്ങൾ റിട്ടേൺ ജേണിയാണ് എടുത്തത്. എന്താ എടപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. 2 ആൾക്കാരാണ് പോകുന്നത്. 80 rupees-ആണ്. ക്യാഷ് ഇല്ല.
ഗൈസ് അവസാനം ഞങ്ങൾക്ക് ക്യാഷ് കയ്യിലില്ലാത്തതുകൊണ്ട് ചില്ലറില്ല, അതാണ് പ്രശ്നം. ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങള് സാധാ എടുക്കുന്ന പോലെ തന്നെ റിട്ടേൺ ടിക്കറ്റും അങ്ങോട്ടുള്ള സിംഗിൾ ജേണി അല്ല റിട്ടേൺ ജേണിയും കൂടെ എടുത്തു. ഞങ്ങൾ എടപ്പള്ളി പോയി. നമ്മൾ മെട്രോ സ്റ്റേഷൻ ത്രൂ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ ലുലു മോളോട്ട്, സോ അതിലൂടെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ക്രോസ് വേർഡ് കയറി. ഋതു ഭയങ്കരമായിട്ട് ബുക്സ് ഒക്കെ വായിക്കുന്ന ആളാണ്, സോ കുറച്ച് ബുക്സ് ഒക്കെ നോക്കാൻ വേണ്ടി കയറി. അതിനുശേഷം നമ്മൾ ഐ സ്റ്റോറി കയറി iPhone 16 ഒക്കെ നോക്കി. ദേ അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ 2-3 ഫോട്ടോസ് കയ്യിലെടുത്തു. കൈമുറിയിരുന്ന് വീട്ടിൽ പോലും പണിയെടുക്കാത്തോളാം. നമ്മൾ പിന്നെ ഇത് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ പൾപ്പ് ഫാക്ടറി കയറിയിട്ട് 2 ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഭയങ്കര ഒരു കയ്പൊക്കെയായിരുന്നു. അവൾക്കും അതുപോലെ തന്നെ. ബട്ട് ഓക്കെ. നമ്മളിത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ തിരിച്ച് റൂമിലോട്ട് പോവാണ്. ദേ നല്ല മഴയായിരുന്നു, 2 പേരും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു സാധാ വെയിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ പാൻറ്റും ടീഷർട്ടൊക്കെ നനഞ്ഞ് അങ്ങനെ പോവാണ്. പിന്നെ നമ്മൾ അപ്പോഴാണ് എക്സാക്ട്ലി ചെക്കിങ് ചെയ്യുന്നത്. നമ്മുടെ ലഗേജ് റൂമിൽ ലഗേജൊക്കെ ഇരിക്കുകയാണ്. സോ അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മളിതാ മെല്ലെ റൂമിലേക്ക് പോകാനൊരു പരിപാടിയിലായിരുന്നു. നമ്മളിതാ ഫ്ലോർ പറഞ്ഞോ കാട് ഇവിടെ സോ ഗൈസ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം ഞങ്ങൾ 2:30 ഇറങ്ങാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ ഓൾമോസ്റ്റ് ടൈം 3:30 ആയിട്ടുണ്ട്. സോ ഇനി ഇനി പുറത്തേക്ക് ഇറങ്ങണം. ആക്ച്വലി ഞങ്ങൾ കൊച്ചി 2 പേരും കുറേ കറങ്ങിയതാണ്. എന്നാലും ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ 2 പേർക്കും ആൾക്ക് നാളെ വർക്ക് ഉണ്ട്, എനിക്ക് നാളെ വർക്ക് ഉണ്ട്. സോ പാലക്കാടും തൃശ്ശൂരും തിരിച്ചെത്തണമെങ്കിൽ കൊച്ചി തന്നെയായിരുന്നു നിയറസ്റ്റ് പ്ലേസ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പം ഓൾമോസ്റ്റ് കറങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോ കുറച്ചുനേരം റൂമിലിരുന്ന് കുറച്ചുനേരം റിലാക്സ് ചെയ്ത് ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകണം. സോ ഫുഡ് കഴിക്കാൻ പോകുന്നത് അരിപ്പായാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറയ്ക്കട്ടെ, എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാൻ. പിന്നെ ഇന്ന് ഫുൾ മാക്സിമം ഞങ്ങൾ പുറത്തൊക്കെ എൻജോയ് ചെയ്ത് നൈറ്റ് റൂമിലോട്ട് വരും. പക്ഷെ അതുവരെയുള്ള ജേർണി നിങ്ങളും കൂടെ കാണിച്ചു തരാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളിതാ ഇറങ്ങാൻ നേരത്തുള്ള ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. വിശന്ന് വലഞ്ഞ് ഞങ്ങൾ എത്തിയത് അരിപ്പ റെസ്റ്റോറൻറ്റിലാണ്. ഭയങ്കര കിടില ആംബിയൻസ് ആണ്. ഇതിൻ്റെ അപ്സ്റ്റെയർ ഉണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് നൂഡിൽസ് ഉണ്ടായിരുന്നു, ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, വെള്ളപ്പം ഉണ്ടായിരുന്നു. ഒന്നും പറയാതിരിക്കാൻ വയ്യ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. നമ്മൾ ഈ ബീഫിൻ്റെ ഐറ്റം ഒക്കെ വാങ്ങിയത് റിവ്യൂ നോക്കിയിട്ടാണ് അരിപ്പയുടെ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എൻ്റെ ഫ്രണ്ടിനെ കണ്ടോളൂ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വാട്ടർ മെട്രോയിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവൻ 2 പേരും കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി വാട്ടർ മെട്രോ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. സോ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ലൈൻ നിൽക്കുമായിരുന്നു. ഇതിനേക്കാളും വലിയ ലൈനായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് സെക്ഷൻ ആയപ്പോഴായിരുന്നു ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് കയറ്റി കൊണ്ടുപോയിരുന്നു. ഇതാണ് നമ്മുടെ മെട്രോ ടിക്കറ്റ് വരുന്നത്. ഇതേ നമ്മൾ വാട്ടർ മെട്രോയിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്, കൂടെ അവളും എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ വെള്ളത്തിലൊക്കെ ട്രാവൽ ചെയ്യാൻ. എനിക്ക് വാട്ടർ ആക്ടിവിറ്റീസ് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോകാമെന്ന് പറഞ്ഞാലും ഞാൻ എല്ലാ ഫ്രണ്ട്സിനോടും നമ്മൾ ഇങ്ങനെ വണ്ടർല വാട്ടർ തീം പാർക്സ് ആണ് ഞാൻ കൂടുതൽ പറയാറ്. അതിനുശേഷം നമ്മൾ നിൽക്കുമായിരുന്നു കേട്ടോ. അത്രയും തിരക്കായിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഭയങ്കര ലൈനായിരുന്നു. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ. അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കാരണം നമ്മൾ പുറത്ത് നിന്നാൽ പോലും ഇതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫേവറേറ്റ് ഒരു പ്ലേസ് എന്ന് തന്നെ പറയാം. കോഴിക്കോട് കഴിഞ്ഞിട്ട് കൊച്ചി തന്നെയാണ്. ശേഷം നമ്മൾ പോയത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. മട്ടാഞ്ചേരി മാർട്ടിൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതിനുശേഷം ഈ സീന് കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അച്ഛനെ വേലി കുട്ടി ഇങ്ങനെ നടക്കുന്നത് കാണാൻ. അതിനുശേഷം നമ്മൾ പോയത് കാശി ആർട്ട് കഫേ ആണ്. കൊച്ചിയിലുള്ള ഒരു ഫേമസ് കഫേ തന്നെയാണ്. ഇവിടെ ഒരു അടിപൊളി കേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഋതു കൂട്ടി കൊണ്ടുപോയത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ചു. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി ഒരു വലിയ പീസാണ്. 2 പേർക്ക് കഴിക്കാൻ പറ്റും. ആൻഡ് ആ വാട്ടറി ചോക്ലേറ്റ് ഇല്ല, അത് അതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞാൽ ഓഫ് അടിപൊളി കേട്ടോ. മസ്റ്റ് ട്രൈ ആണ് കൊച്ചിയിലെ കാശി ആർട്ട് കഫേയിൽ ചോക്ലേറ്റ് കേക്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ ട്രാവൽ ചെയ്തെന്നുള്ള റിഗ്രറ്റ് ഇല്ലാത്തത് ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു. എല്ലാം പക്കയായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെയും നൈറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കലൂരിലേക്ക് പോയി. അവിടുന്ന് ഫുഡ് വാങ്ങി നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. റൂമിൽ നിന്ന് ഫുഡ് കഴിക്കുന്നൊക്കെ എടുക്കാൻ മിസ്സായി. അപ്പം നമ്മുടെ 1 ഡേ ട്രിപ്പ് കഴിഞ്ഞ് ടയേർഡാണ്. സമയത്ത് 4:32 5:10 ട്രെയിൻ ഉണ്ട്. സോ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. സോ നെക്സ്റ്റ് ടൈം കാണാം. ബൈ. ചെക്ക് ഔട്ട് ടൈം ആയിരുന്നു. ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. ഊബർ വന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6 സംതിങ്ങിനായിരുന്നു നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. ട്രെയിനിലൊക്കെ കയറി. ജനറലായിരുന്നു നമ്മൾ കയറിയത്. 2 പേരും തൃശ്ശൂർ ഇറങ്ങി. അവൾക്ക് പാലക്കാടാണ്. സോ ഞാൻ ഓട്ടോ കയറുമ്പോൾ അവളെ ബസ് സ്റ്റാൻഡിലാക്കി കൊടുത്തു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.